ഇതിലെല്ലാം നമ്മൾ ഇറക്കുന്ന ബോട്ട് ഇറക്കുന്ന ഈ വെള്ളം കുറഞ്ഞുകൊണ്ട് കല്ല് തട്ടുന്നതുകൊണ്ട് മാത്രം. അത് കണ്ടോ, അതൊരു പുൽമേടാ, അങ്ങോട്ട് പോകാനുള്ള രസമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും ഒരു അതിർത്തി പ്രദേശമായ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു കയാക്കിംഗ് ബോട്ടിംഗ് ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ തോമസ് എന്ന് പറയുന്ന ആൾ അയാളുടെ സ്വന്തം റിസ്കിൽ പെഡൽ ബോട്ടും കയാക്കിങ്ങിൻ്റെ ബോട്ടും ഒക്കെ ആയിട്ട് ഒരു ടൂറിസം പാക്കേജൊക്കെ വെച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്തിൻ്റെ അനിയനാണ്. പേര് എഡ്വിൻ. അപ്പോൾ നമുക്ക് ആ കയാക്കിങ്ങിൻ്റെ ആൾക്കാരെ കൂടെ പരിചയപ്പെടാം. തോമസ് ഉണ്ട് അവിടെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം. തോമസും ജിതിനുമാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു ട്രിപ്പാണെങ്കിലും ഇതിൻ്റെ ഒരു സഹായി. തോമസിൻ്റെ ആണ് ഈ ഒരു ബോട്ട്. ഇപ്പം നമുക്ക് 2 ബോട്ടല്ലേ, പെഡൽ ബോട്ട്? നമുക്ക് പെഡൽ ബോട്ടുണ്ട്, ഇതേക്കൂടെ 2 ബോട്ടും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നത്? നമുക്ക് ഇപ്പോൾ ഫിഷിംഗ് പാക്കേജ് ഉണ്ട്. ഇപ്പം ഫിഷിങ് ചെയ്യാനായിട്ട് അതിൻ്റെ നമുക്കൊരു ടീച്ചിങ്, നമുക്ക് അത് അറിയില്ലാത്തവർ നമ്മൾ കാണിച്ച് ഫിഷ് ചെയ്ത് അവർക്കത് കൊടുക്കുന്ന ഒരു അത് പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് പുതിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. എന്തായാലും എല്ലാവരും ഇത് പൂർണ്ണമായിട്ട് കാണുക. ഈ ചെറുപുഴ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു ഉൾനാടൻ ടൂറിസത്തിൻ്റെ ആശയങ്ങളൊക്കെ എത്തിച്ചത് തോമസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. ഒഴിവു സമയങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടെത്തി വിനോദസഞ്ചാര മേഖലയിലേക്ക് ഇങ്ങനെ തൻ്റേതായ ഒരു പാക്കേജുകൾ കൊണ്ട് ഒരുപാട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ തോമസിന് പറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ തോമസിനൊരു പേജുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ടൂറിസം സാധ്യതകളും ഗ്രാമത്തിൻ്റെ ആ ഒരു ടൂറിസം മുഖഛായയൊക്കെ മാറ്റുന്നതിൽ ഒരു ചെറുപ്പക്കാരൻ വഹിച്ചൊരു പങ്ക് അത് ഭയങ്കര വലുതാണെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് തോമസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. വീട്ടിലെ അച്ഛനമ്മ ചേച്ചി ഒന്ന് ഫേസ് തരുമോ എനിക്ക്? വീട്ടിലെ അച്ഛനമ്മ ചേച്ചിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എപ്പോഴായി? നിങ്ങൾ ഇവിടെ പുഴയിൽ പണ്ടുപോലെ ഇങ്ങനെ ഫിഷിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫിഷിങ്ങിന് മേടിച്ചത്, അങ്ങനെയാണ് തുടങ്ങിയത് നമ്മൾ. പിന്നെ ഒരു ടൂറിസമായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കി ആ രീതിയിൽ കൊണ്ടുവന്നു. ഇതിപ്പോൾ 1 വർഷം അല്ലേ? 6 മാസമായി. 6 മാസം. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസമായി. ഫിഷിംഗ് ഒക്കെ നേരത്തെ തൊട്ട് ചെയ്യുന്നുണ്ട്? ഫിഷിംഗ് ഒക്കെ നേരത്തെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ മീനാണ് കൂടുതലായിട്ട്? ഹോബി ആയിട്ട് എടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് കരിമീനുണ്ട്, ചെമ്പല്ലിയുണ്ട്, കറ്റി എന്ന് പറഞ്ഞ മീനുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. ചേറുമീനുണ്ട്. ചേറുമീൻ എന്ന് പറയുന്ന വരാൽ നഷ്ടം വരെ ഉണ്ട്. വലയാണോ ഇടുന്നത് കൂടുതലായിട്ട്? കൂടുതൽ ഞാൻ വലയാണ്, എനിക്ക് ചൂണ്ടേക്കാൾ ഇഷ്ടം വലയാണ്. ഇപ്പോൾ ഒരു ശരാശരി ഒരു ദിവസം എത്ര പേര് വരും? ശരാശരി ഒരു ദിവസം നമുക്ക് ഒരു ടീമിന് വെച്ച് എങ്ങനെയാലും കിട്ടുന്നുണ്ട്. ശനി ഞായറൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല തിരക്കുണ്ട് അല്ലേ? ഈ പെഡൽ ബോട്ട് 1 മണിക്കൂർ തന്നെയാണോ? പെഡൽ ബോട്ട് 1 മണിക്കൂർ. നമുക്കിത് നമ്മൾ ചെറുപുഴയിൽ നിന്ന് 2 കിലോമീറ്റർ വരുന്നില്ല, ഒരു 1.5 കിലോമീറ്റർ ഗ്യാപ്പേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്കര സൈഡിൽ കൂടെ വരാൻ പറ്റും. ആയനൂർ, കാസർഗോഡ് ജില്ലയിൽ ചെറുപുഴ നമുക്ക് കാസർഗോഡ് ജില്ലയായി. ഈ സൈഡ് ഇത് കണ്ണൂർ ജില്ലയാണ്. കാസർഗോഡ് ജില്ല രണ്ടും പുഴയാണ് അതിർത്തി വരുന്നത്. നമ്മളിപ്പം കണ്ണൂർ ജില്ലയിൽ കൊല്ലാടാന്ന്, ഇക്കര സൈഡും കൊല്ലാടാന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ കൊല്ലാട് ഏരിയ എന്നാണ് വരുന്നത്. മെയിനായിട്ട് പ്രോപ്പർ ചെറുപുഴയിൽ നിന്ന് 1.5 കിലോമീറ്റർ. വെള്ളത്തിൽ വീണാനല്ലേ എൻ്റെ രസം. ചിലയിടത്ത് വെള്ളത്തിൽ തള്ളിയിടും കേട്ടോ. അതെ, എന്നെ തള്ളല്ലേ, എനിക്ക് പേടിയാ. സംഭവം
എൻ്റെ ഒരു കാര്യം പുറത്ത് എപ്പോഴും പോകാതെ പോരെ മതി മതി. ഇതുണ്ട്, ഇതൊരു തുരുത്ത്. ഇതുവരെ ഒരാളും ഇവിടെ ശല്യമില്ലായിരുന്നു. അങ്ങനെ പാക്കേജ് എടുക്കുന്നതിന് പാക്കേജ് നമുക്ക് ഹെലിക്യാം പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോസ് അതുപോലെ തന്നെ ഹെലിക്യാം വീഡിയോസ് ഇതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. എന്നാലും നമ്മൾ 3000 രൂപയാണ് വിത്ത് വീഡിയോ വിത്ത് ബോട്ടിങ് എടുക്കുന്നത്. പിന്നെ ഫിഷിങ് നമ്മൾ 1500 ആ റേഞ്ചാണ് മേടിക്കുന്നത്. അപ്പം നമ്മൾ വെള്ളത്തിൽ ചാടുന്ന ആ രീതിയിലായിരിക്കണം വേണം. വെള്ളത്തിൽ ചാടണം. ചിലയിടത്ത് വെള്ളത്തിൽ ഇറങ്ങണം. ബോട്ടിങ് തന്നെ ആയിരിക്കില്ല, വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യണം. നീന്തറിയില്ലാത്തവർക്കും നമ്മൾ ആ രീതിയിൽ ഫിഷിങ്ങിന് വേണ്ടി ചെയ്യും. ചെറിയുള്ള ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് ഫിഷിങ് നമ്മൾ ട്രെയിനിങ് വരെയാണ്. നമ്മൾ അറിയില്ലാത്തവർക്ക് നമ്മൾ കാണിച്ചു കൊടുത്ത് കിട്ടുന്ന മീൻ അവർക്ക് കൊടുത്തു വിടുകയും. അതിന് 1500 രൂപ. സാധാ ബോട്ടിങ് ആയാൽ ഇതിന് നമ്മൾ 500 രൂപ മണിക്കൂറിന്. ഇത് നമുക്ക് 4 പേര് പോകാം. അതുപോലെ നമുക്ക് പെഡൽ ബോട്ടുണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ തന്നെ 1000 രൂപയാണ് മണിക്കൂറിന് പറഞ്ഞത്. അത് നമുക്ക് 4 പേര് പോവാം. ഇവിടെ നമ്മൾ ഈ രീതി ചെയ്യുന്നവർ ആരും തന്നെ ഇല്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീനറിയാണ്. നല്ലൊരു സീനറി ഉണ്ട്. പിന്നെ ഒരു 6 തുരുത്തുണ്ടല്ലേ? 6 തുരുത്തുണ്ട്. ഈ ഏരിയയിലാണ് അത്രയും തുരുത്ത് ഒന്നിച്ച് വരുന്നത്. കുറച്ചുകൂടെ വെള്ളമുള്ള സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ അകത്തൂടെ നമുക്ക് പോകാൻ പറ്റും. ഈ തുരുത്തിന്റെ അകത്തൂടെ. അപ്പം കുറച്ച് ഇതിപ്പം നല്ല വേനലായില്ലേ, മാക്സിമം വെള്ളം കുറഞ്ഞോണ്ട് കല്ല് ഒരിയുന്നോണ്ട് മാത്രം. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ചാടാമെങ്കിൽ ഇത് എടുത്തു പൊക്കി നമുക്ക് പോകാൻ പറ്റും, പാസ് ചെയ്യാം. 6 തുരുത്തും ഇങ്ങനെ വഴിയുണ്ടല്ലേ? വഴിയുണ്ട്, അതിൻ്റെ അകത്തൂടെ വഴിയുണ്ട്. പിന്നെ നല്ല വാവലൊക്കെ ഉണ്ട്, നല്ല പക്ഷികളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിലേ കയറി കേട്ടോ, ഈ മൂലക്കൂടെ ആഴമുണ്ടോ അവിടെ? ഇതിലേ കയറിക്കോ. ആഴം ഇവിടെ ഇച്ചിരി വെള്ളം വരും, അതുകൊണ്ടാ. ഇങ്ങോട്ട് പോ. മുള്ളുണ്ടേ, ചവിട്ടുമ്പോൾ നോക്കി ചവിട്ടണേ. വെള്ളം ഉള്ള സമയത്ത് ഇതിൻ്റെ അകത്ത് എല്ലാം നല്ല രസമായിരിക്കും അല്ലേ? നമ്മളിങ്ങനെ ഒരു 2 തുരുത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ സ്ഥലത്തേക്ക് വന്നേക്കുന്നത്. അപ്പം സംഭവം ഇവിടെ ഒരു 6 തുരുത്ത് വരെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു തോമസിൻ്റെ ഒരു വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഈ ചെറുപുഴയിലെ ഈ ഒരു ടൂറിസത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആളുകളൊക്കെ തോമസിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എന്തായാലും തോമസിൻ്റെ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നമസ്കാരം. ഇതിനെല്ലാം നമ്മൾ ഇറക്കുന്ന ബോട്ട് ഇറക്കുന്ന ഈ വെള്ളം കുറഞ്ഞോണ്ട് കല്ല് തട്ടുന്നോണ്ട് മാത്രം. അത് കണ്ടോ, അതൊരു പുൽമേടാ, അങ്ങോട്ട് പോകാൻ രസമുണ്ട്.